ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ടിയാൻഡി കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ മഴമറ തോട്ടത്തിലാട്ടോ നമ്മൾ വെക്കുന്നത്. ഇതാണ് നമ്മുടെ കുഞ്ഞു മഴമറ. ഇതിനകത്താണ് നമ്മൾ മൊത്തം കൃഷിയും ചെയ്യുന്നത്. കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞങ്ങൾ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമുക്കിപ്പം അകത്തോട്ട് പോകാം കേട്ടോ. നമ്മളിപ്പം ഇന്ന് സ്നോ വൈറ്റ് കുക്കുംബർ വിളവെടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. വായോ, തുറന്ന് നമുക്ക് അകത്തോട്ട് കയറാവേ. കയറി വരുന്നിടത്ത് തന്നെ പയറിട്ടിട്ടുണ്ട് നമ്മൾ. താഴെ കുറ്റി ബീൻസ് ആട്ടോ. ഇവിടെ കിടക്കുന്നത് മൊത്തം, ഇവിടെ നമ്മൾ വയലറ്റ് ബീൻസാണ് ഇട്ടിരിക്കുന്നത്. ഇതും നമ്മുടെ കുറ്റി ബീൻസ് തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് ചീരയുണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും മനസ്സിലാകുക തന്നെയാണ് നമ്മുടെ സ്പ്രിംഗ് ഓനിയനാണ് ഇത്. കുറ്റി ബീൻസ് പൂവൊക്കെ വിട്ടിട്ടുണ്ട്, കുറച്ച് കായൊക്കെ ആയിട്ടുണ്ട്. കുഞ്ഞു കായകൾ കണ്ടോ, ഇതുണ്ടോ, പൂവും കായും ഇതാട്ടോ. ഇതാണ് കുഞ്ഞു കായ. ഇത് നമ്മുടെ ആപ്പിൾ തക്കാളി ആട്ടോ. ആപ്പിൾ തക്കാളി ഷേപ്പ് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. ഇതുണ്ടോ, അങ്ങനെ താഴെ ചെന്നിട്ടാണ് ഇപ്പം കാവിട്ടതേ. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ആപ്പിൾ തക്കാളി. ഇത് പകുതി പഴുത്തിട്ടുണ്ട്. കുഞ്ഞ് ആപ്പിൾ തക്കാളി ഉണ്ടോ, ഇതൊക്കെയാട്ടോ കുഞ്ഞു കുഞ്ഞു കായ്കളെ ഇനിയുണ്ട്. ഇതാണ് ആപ്പിൾ തക്കാളിയുടെ പൂവ്. ഇത് കണ്ടോ. ഇനി നമുക്ക് സ്നോ വൈറ്റ് കുക്കുംബർ വിളവെടുത്താലോ, വായോ. ഇതാണ് നമ്മുടെ സ്നോ വൈറ്റ് കുക്കുംബർ. ഇതൊരു കുഞ്ഞിക്കായോട്ടോ. ഇത് പാകത്തിനായിട്ടില്ല. നമുക്ക് പാകത്തിനായിട്ടുള്ളത് ഈ കിടക്കുന്നൊക്കെ കേട്ടോ. നമുക്ക് അതിലേക്ക് പോകാം, വാ. ഇതാണ് നമ്മുടെ വിളവെടുക്കാനുള്ള സ്നോ വൈറ്റ് കുക്കുംബർ. നമുക്കിത് ഇവിടെ ഒടിക്കാവേ. ഇതുണ്ടോ, അത് കിട്ടി, നല്ലതാട്ടോ. ഇതുണ്ടോ, കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ട്. നമുക്ക് മണ്ടേ ചെന്ന് ഇത് കഴുകി വൃത്തിയാക്കി മുറിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാവേ. ഇതാണ് നമ്മുടെ സ്നോ വൈറ്റ് കുക്കുംബറേ. സമ്മർ സീസണിലൊക്കെ നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാൻ തന്നെ. ഇവിടെ കുറച്ച് കോളിഫ്ലവർ ആട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മുടെ ക്യാബേജ് ഇരിക്കുന്നത്. ഇത് കൊസൂർ ബീൻസ്. ഇതും കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. എന്നാ വലുപ്പം. ഇതാണ് അച്ചിങ്ങ ബീൻസ് കേട്ടോ. ഇത് ഇപ്പോൾ കായ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് ഹൈബ്രിഡ് കാന്താരി. നല്ല എരിവാട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ കേട്ടോ പഴുത്ത് വയ്ക്കുന്നത്. നല്ല രീതിയിൽ റെഡ് കളറിലും ലൈറ്റ് ഓറഞ്ചും ഡാർക്ക് ഓറഞ്ചും വന്നിരിക്കുന്നതാണ് നല്ല രീതിയിൽ പഴുത്തത്. ഇതുണ്ടോ, വെള്ള കളറിലുള്ളതുണ്ട് കേട്ടോ. ഇതാണ് ഇനി ഓറഞ്ച് ആവുന്നത്, ഓറഞ്ചിൽ നിന്ന് റെഡ് ആകുന്നത്. ഇതാണ് വയലറ്റ് ക്യാബേജ്. ഇത് 1 മാസമായിട്ടോ വെച്ചിട്ട്. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് വിളവെടുക്കാറാകുവേ. ഇത് ഇതിൻ്റെ 2ാമത്തെ സ്റ്റേജ് ആട്ടോ. ഇത് ചെറുതായിട്ടുള്ളൊരു സ്റ്റേജാണ്. ഞാനിപ്പോൾ വീട്ടിലോട്ട് പോവുകയാണേ. എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി നമുക്ക് കഴിച്ച് നോക്കാവേ, വാ. ഇത് നമ്മുടെ ഒരു വീട്ടിലുള്ള നല്ല അടിപൊളി ഫ്ലവർ ആട്ടോ. ഇതിൻ്റെ പേര് ജെറൈനിയാണേ. റെഡിഷ് കളറാട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫ്ലവർ ആട്ടോ. നമ്മൾ മുമ്പേ കണ്ട ജെറൈനിയത്തിൻ്റെ ആ ചെടി തന്നെയാണ്. എൻ്റെ വേറെ കളറാട്ടോ. ജെറൈനിയത്തിൻ്റെ വൈറ്റ് കളറാണേ. നമുക്ക് ഈ പൂ കുറച്ചും കൂടെ വിരിയാനുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇതൊരു നല്ലൊരു കുട പോലെ വരുന്ന കേട്ടോ. നമ്മളിപ്പോൾ ഹാഫ് ആയതേ ഉള്ളൂ. ഇത് നല്ലപോലെ വരുന്ന പൂവാട്ടോ. ഫസ്റ്റ് ടൈമായിട്ടോ നമുക്ക് ഈ ഒരു ജെറൈനിയത്തിൻ്റെ ഈ ഒരു കളർ ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പം ഒറ്റ കൊലയെ വന്നിട്ടുള്ളൂ. ഇനിയും താഴത്തോട്ട് കണ്ടില്ലേ കുറേ മുട്ടിരിക്കുന്നത്. ഇനിയും അതല്ല പൂക്കളുള്ളത് കേട്ടോ. ഇതാണ് മാജിക് റോസ. നമുക്കിതിപ്പം ഓരോരോ കളേഴ്സാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിപ്പം ഫ്ലവറിങ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേറൊരു കളറായിരിക്കും. ഫസ്റ്റ് നമ്മളൊരു യെല്ലോ ഒരു വൈറ്റ് കളറായിരുന്നത് പൂ വിടരുമ്പം. ലാസ്റ്റ് തീരുമ്പോൾ ഒരു കട്ട റെഡായിരിക്കും ലാസ്റ്റ്. ഇഷ്ടപ്പെട്ട ഫ്ലവറാണ്. ഇതിനെ വെച്ച് മാജിക് റോസയിൽ നിന്നാണ് കേട്ടോ.
നമുക്കിതിൻ്റെ അടിവശം ഇങ്ങനെ കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാവേ. ഇനി നമുക്കിത് സ്ലൈസ്ഡ് പീസസ് ആക്കാവേ. അപ്പം പീസസ് ആക്കിയിട്ട് വരാവേ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ.